നമുക്ക് നിൽക്കാൻ പറ്റിയത്, ആ കമ്പനിയോടൊപ്പം നമുക്ക് പ്രവർത്തിക്കാൻ പറ്റിയ ഏറ്റവും അഭിമാനാർഹമായിട്ടുള്ള ഒരു കാര്യം. ഈ കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുർവേദം ഗ്ലോബലൈസ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ആയുർവേദത്തിന്റെ പൈതൃകം നമുക്ക് കേരളത്തിനാണ് ഈ ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ കൊടുക്കാനായിട്ട് സാധിക്കുക. അപ്പൊ 2 മിനിറ്റ് കൂടിയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 1930-40 കാലഘട്ടത്തില് അഗ്രികൾച്ചറൽ ഏജ് വന്നു അല്ലെ. അന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ധനവാന്മാരായി. 1960കളിൽ ഇൻഡസ്ട്രിയൽ ഏജ് വന്നു. അപ്പൊ അവിടെ നിന്ന് ആളുകളും എക്കണോമിക്കലായിട്ട് ഡെവലപ്പ് ചെയ്തു. 1980-90കളിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അന്ന് കാലത്ത് ഈ കമ്പ്യൂട്ടറും വരാതിരിക്കാൻ വേണ്ടിയിട്ട് പൊടി പിടിച്ചിട്ടുള്ള ആളുകളുണ്ട്. പക്ഷെ ഒന്ന് ചിന്തിച്ചു, ഇന്ന് ഒരു വീട്ടില് ഒരു കമ്പ്യൂട്ടറോ ഒരു 4 മൊബൈലും ഇല്ലാത്ത വീടുകൾ ഇല്ലാതായി കഴിഞ്ഞു. ഇതേപോലെ തന്നെ ഇനി 2030കളിൽ വെൽനസ് റെവല്യൂഷൻ, ഒരു വീട്ടിൽ പോലും ഫുഡ് സപ്ലിമെന്റ് ഉപയോഗിക്കാൻ പറ്റില്ല, അല്ല ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ലാത്തൊരു സാഹചര്യത്തിൽ വന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഇന്ന് നമ്മളിവിടെ ഇന്ന് തുടക്കക്കാരാ. അപ്പോ ഇന്ന് നിങ്ങൾ ഈ ന്യൂ കമേഴ്സിനോട് എനിക്ക് പറയാനായിട്ടുള്ളത്, ഇന്ന് നിങ്ങളെ വിളിച്ചുകൊണ്ട് വന്ന വ്യക്തിയായിട്ട് ഇന്ന് ഇരിക്കുക. നിങ്ങളുടെ ടീം ഫുൾഫിൽ ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. ഈ ഒരു വെൽനസ് ഇൻഡസ്ട്രി റെവല്യൂഷൻ വഴി നിങ്ങൾക്ക് മൾട്ടി മില്യണറായിട്ട് മാറാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതുവഴി നിങ്ങളുടെ എല്ലാ ഡ്രീംസും ഫുൾഫിൽ ചെയ്യാനും, നല്ല ഡ്രീം കാർ വാങ്ങാനും, നല്ല ഫോറിൻ ടൂറുകൾ ഫ്രീ ആയിട്ട് പോകാനും, നല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. ആകെ നിങ്ങൾക്ക് ഒറ്റ കാര്യം ആവശ്യമുള്ളൂ, സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കുക. നിങ്ങളുടെ അപ്ലൈ ലീഡർ എന്ത് പറയുന്നുണ്ടോ, ആ സിസ്റ്റം എന്ത് പറയുന്നുണ്ടോ അതനുസരിക്കാനും, അതോടൊപ്പം തന്നെ അത് സ്ട്രോങ് ആയി ഡിസിഷൻ എടുക്കാനും നിങ്ങൾക്ക് ഒരു ഇന്നത്തെ ഈ ടൈം നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങൾ സർവേശ്വരൻ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും പ്രാർത്ഥിച്ചുകൊണ്ടും വിഷ് യു വെൽ. താങ്ക് യു, ഗുഡ് നൈറ്റ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. സാറ് നല്ല രീതിയിൽ സാറിന്റെ എക്സ്പീരിയൻസും ഇനി വരാൻ പോകുന്ന ഇൻഡസ്ട്രിനെ കുറിച്ചും നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിന്റെ എല്ലാ ആൾക്കാരും നല്ലൊരു സ്ട്രോങ് ഡിസിഷൻ എടുത്തു കഴിഞ്ഞു എന്ന്. ബിക്കോസ് ഇനി 2025 ഈ ഒരു ഡിസിഷൻ എടുത്തതില് ആ ഒരു 2025 നല്ലൊരു കാലമായിരിക്കും ഈ എല്ലാവർക്കും. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാം, ഹെൽത്ത് ഈസ് വെൽത്ത്, വെൽനസ് റെവല്യൂഷൻ ആണ് ഇനി വരാൻ പോകുന്ന ഇൻഡസ്ട്രി. അത് കോൾസ് ആൻഡ് ഫിൽച്ചറും ഈ ഒരു ജനറേഷന് വേണ്ട ഒരു സംഗതി കൂടെ ആണ് അല്ലെ. എല്ലാവർക്കും ഇപ്പം അസുഖം കുറെ കാര്യങ്ങൾ എന്തൊക്കെയോ വരുന്നുണ്ട്. കൊഴിഞ്ഞു വീണ് മരിക്കുക, ഡയബറ്റിക്, തൈറോയ്ഡ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. അതൊക്കെ നമ്മൾ മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ഹെൽത്തി ലൈഫ് ജീവിച്ചുകൊണ്ട് നമുക്കൊരു വരുമാനം വർദ്ധിക്കാണ്. അതായത് ഒരു സ്മാർട്ട് കസ്റ്റമറായിട്ട് നിന്നിട്ട് തന്നെ ഒരു ബിസിനസ് ഓണ്ടർപ്രണർ ആ ഒരു രീതിയിൽ കൊണ്ടുവന്ന ഒരു വലിയൊരു മേഖലയാണ്. സോ എന്തായാലും ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കുക. നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത ആൾക്കാരെ ശരിക്കും അത് നന്ദി പറയാം. ബിക്കോസ് അവർ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് തന്നിരിക്കുന്നത്. അത് മനസ്സിലാക്കിയിട്ട് ഇരുന്ന് അവരുടെ കൂടെ പ്ലാൻ ചെയ്യുക, എന്താ വേണ്ടേ, ഇനി എന്താ വേണ്ടെന്ന് ചോദിക്കാം. സത്യം പറഞ്ഞ ശ്രീരാജ് സാറിനും ജോർജ് സാറിനും വളരെ നന്ദിയുണ്ട്. പിന്നെ ഇഞ്ഞൊരു കൂടി പറയുന്നുണ്ട്, ലൈക്ക് നമ്മളെല്ലാവരും സക്സസിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരല്ലേ. അപ്പൊ ആ സക്സസിന് വേണ്ടിയിട്ട് നമ്മളൊരു എന്തായാലും വർക്ക് ചെയ്യണം. വർക്ക് ചെയ്താലേ നമുക്ക് കിട്ടുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഇതിനെ മനസ്സിലാക്കിയിട്ട് ചെയ്യാം. പിന്നെ ഞാൻ നമ്മുടെ വിനിംഗ് ടീം ലീഡേഴ്സിനും വെസ്റ്റേഷനും നന്ദി പറയാണ്. ബിക്കോസ് ഈ ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ എനിക്കൊരു ചാൻസ് തന്നു സംസാരിക്കാനായിട്ട്. പിന്നെ എല്ലാവർക്കും പുതുവർഷ ആശംസകൾ. 2025 ലെറ്റ് ബി യുവേഴ്സ്. എല്ലാവരുടെയും ആവട്ടെ. എല്ലാവർക്കും വെസ്റ്റേജ് ഫാമിലിയോട്ട് ഒരു വെൽക്കം ആണ്. താങ്ക് യു സോ മച്ച്.